പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം ആമേൻ 6-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. കയറങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 അപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ അങ്ങ് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഈ പകൽക്കാലം കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ ആനന്ദിക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുക. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുവാൻ, ആശ്വാസം അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. 107-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. എങ്ങനെ പറയട്ടെ? യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ. സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും തിരുരക്തത്താൽ മറയ്ക്കണമേ. രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ അവരിൽ നിന്നും അവരുടെ ഭവനത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളിൽ നിന്നും രോഗങ്ങൾ, ഇവരിൽ നിന്ന് മാത്രമല്ല ഇവരുടെ കുടുംബത്തിനകത്തുനിന്ന് തന്നെ രോഗങ്ങൾ മാറിപ്പോട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ. ആമേൻ. ദൈവിക പ്രവൃത്തികൾ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. തൊണ്ടയ്ക്കുണ്ടായിരിക്കുന്ന അസ്വസ്ഥത ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ നട്ടല് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്കിന്നിൻ്റെ പ്രശ്നത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഓ താങ്ക് യു, അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. മൂക്കിന് ആമേൻ പ്രശ്നമുണ്ടായി സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് തുറന്ന വഴിക്കായിട്ട് സ്തോത്രം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് തൻ്റെ ജനത്തെ കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പുതിയ വാതിലുകളെ തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ മറ്റെല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ലോകവ്യാപകമായി നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദാസന്മാരെ അനുഗ്രഹിക്കണം. അതുപോലെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. സകല മഹത്വവും പുകഴ്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ അതിൽ പങ്കാളികളാകുക. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. കർത്താവ് അതിന് കൃപ ചെയ്യട്ടെ. ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഇത് പൗലോസ് അപ്പോസ്തലൻ ഫിലോമോന് എഴുതിയ ലേഖനമാണ്. അതിനകത്ത് ഫിലോമോനോട് പറയുക, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ ഈ ഫിലോമോൻ്റെ ചില ക്വാളിറ്റി ഉണ്ട്. അതിനകത്തൊരു ക്വാളിറ്റിയാണ് 4-ാമത്തെ വാക്യം, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹം. ആമേൻ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനോടും വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് കേട്ടിട്ട്, അപ്പം ഫിലോമോൻ്റെ ഒരു ക്വാളിറ്റിയാണ്, കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, സഹവിശ്വാസികളോട് ഭയങ്കര സ്നേഹമാണ്. അവൻ പിന്നെ വിശ്വാസം, ഭയങ്കരമായ ആഴമേറിയ വിശ്വാസമുള്ള ഒരാളായിരുന്നു ഫിലോമോൻ. അത് കഴിഞ്ഞ് 7-ാമത്തെ വാക്യത്തിൽ പറയുക, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. അപ്പോൾ മറ്റുള്ളവരെ കംഫോർട്ട് ചെയ്യുക, ആശ്വസിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഒരു ദൈവ പൈതലിൻ്റെ ജോലിയാണ് മറ്റുള്ളവരെ എപ്പോഴും കംഫോർട്ട് ചെയ്യുന്നവരായിരിക്കണം, സമാധാനം കൊടുക്കുന്നവരായിരിക്കണം, സ്വസ്ഥത കൊടുക്കുന്നവരായിരിക്കണം, ആശ്വാസം കൊടുക്കുന്നവരായിരിക്കണം.
അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നിങ്ങൾ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ എന്നാ ചെയ്യണേ, നമുക്ക് ഇന്നലെ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് കഴിയുമെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുക, കംഫോർട്ട് ചെയ്യുക, അവരുടെ ഹൃദയത്തിലൊരു തണുപ്പ് കൊടുക്കുന്നവരായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പല വാക്യങ്ങളിൽ ഈ ഭാഗം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ, ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയവും കൂടെയുള്ളവരുടെ ഹൃദയവും എന്ത് ചെയ്തു? തണുപ്പിച്ചുവല്ലോ എന്ന് വെച്ചാൽ അവരെ സമാധാനിപ്പിച്ചു, അവർക്ക് സ്വസ്ഥത കൊടുത്തു, അവരുടെ ദാഹത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അവരുടെ വിശപ്പിൽ അല്പം ആഹാരം കൊടുത്തു, അവർക്ക് സമാധാനം കൊടുത്തു. അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല ചെയ്തത്, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അവരെ കംഫോർട്ട് ചെയ്തു, അവരെ താങ്ങി, അവരെ കൈ താങ്ങി. അപ്പോൾ അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ, ഇങ്ങനെയുള്ളവരെ എന്നാ ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞ് മാനിച്ചോണം. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അപ്പം വേറൊരാളെക്കുറിച്ച് പറയുന്നു, പലപ്പോഴും എൻ്റെ ഹൃദയം പലപ്പോഴും എന്നെ തണുപ്പിച്ച ഒനേസിഫോരോസിൻ്റെ കുടുംബത്തിന് കർത്താവ് എന്ത് ചെയ്യട്ടെ? കരുണ ചെയ്യട്ടെ. എന്നിട്ട് ഫിലോമോൻ്റെ ലേഖനത്തിൽ തന്നെ വീണ്ടും 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിലൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. അത് വീണ്ടും ആവശ്യപ്പെടുക, നീ എൻ്റെ ഹൃദയം വീണ്ടും തണുപ്പിക്കണം. അപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ആശ്വാസമായിരിക്കണം, മറ്റുള്ളവർക്കൊരു സമാധാനമായിരിക്കണം, മറ്റുള്ളവരുടെ ഹൃദയത്തെ നമ്മൾ തണുപ്പിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽക്കാലം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, നാളത്തേക്കൊന്നും മാറ്റിവെക്കരുത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഒരു വാക്ക് അവരെ ഒന്ന് കംഫോർട്ട് ചെയ്യും, അവർക്കൊരു സമാധാനം കൊടുക്കുക, ഒരു സന്തോഷം പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഒരു പ്രത്യാശയുടെ വാക്ക് പറ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യും. ഇതിനൊക്കെ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഈ വിതയ്ക്കുന്നതിന് 1000 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ച് കൊയ്യാൻ പറ്റും. അപ്പം നിങ്ങളിന്ന് ആരെങ്കിലുമൊക്കെ തണുപ്പിക്കുമ്പോൾ, നിങ്ങൾ ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോൾ നിങ്ങളെ തണുപ്പിക്കാൻ കർത്താവ് ആളിനെ അയക്കും. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ മഹത്വമായി മാറും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you. This is the month of unexpected blessings. God bless you. God bless you. God bless you.